make a film is to show what others do not want to see. ഒരു സിനിമ നിർമ്മിക്കുക എന്നാൽ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാത്തത് കാണിക്കുക എന്നുകൂടിയാണ് പറഞ്ഞത് വിഖ്യാത സംവിധായകൻ ജീൻ ലൂക്ക് ഗൊദാർഡ്. ഇന്ത്യൻ ഭരണകൂടം കാണാൻ ആഗ്രഹിക്കാത്ത ചിലത് കാണിച്ചുകൊണ്ടുകൂടെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജയായ സന്ധ്യ സൂര്യയുടെ സന്തോഷ് എന്ന ചിത്രം ചർച്ചയാകുന്നത്. ബ്രിട്ടന്റെ കഴിഞ്ഞ വർഷത്തെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ആയിരുന്ന കാൻസ് ചലച്ചിത്രമേളയിൽ നിരൂപക പ്രശംസ നേടിയ സന്തോഷ് ഇന്ത്യയിൽ ആരും കാണേണ്ട എന്നാണ് സർക്കാർ തീരുമാനം. പോലീസ് ക്രൂരതകൾ അവതരിപ്പിക്കുന്ന ചിത്രത്തിലെ സുപ്രധാന രംഗങ്ങൾ ഒഴിവാക്കണമെന്നാണ് സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടത്. സാധ്യമല്ലെന്ന് സംവിധായക അറിയിച്ചതോടെ ചിത്രത്തിന്റെ പ്രമേയം സാമൂഹിക അന്തരീക്ഷത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് രാജ്യം ചിത്രത്തിന് റെഡ് ഫ്ലാഗ് കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ലിംഗവിവേചനം, ജാതീയത, ഇസ്ലാമോഫോബിയ തുടങ്ങി നിരവധി പ്രതിസന്ധികളെ അവതരിപ്പിക്കുന്ന അതിഭീകര പിരിമുറുക്കം ഉണ്ടാക്കുന്ന പോലീസ് സിനിമ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചിത്രത്തെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ കസ്റ്റഡി മരണങ്ങളും നോർമലൈസ് ചെയ്യപ്പെടുന്ന പോലീസ് ബ്രൂട്ടാലിറ്റിയും ചിത്രം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ആധുനിക ഇന്ത്യയിലെ വർഗീയ വിഭജനങ്ങളുടെ ഇരുണ്ട കാലത്തെ അത് തുറന്നു കാട്ടുന്നു. കടുത്ത സ്ത്രീപക്ഷ ഭാഷയിലാണ് ചിത്രം സംസാരിക്കുന്നത്. ഒരു കൊലപാതകം മതത്തിന്റെയും ജാതിയുടെയും കൈകളിലേക്ക് പടരുമ്പോൾ അധികാരം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് ചിത്രം ചുരുങ്ങുന്നു. മരണപ്പെട്ട ഭർത്താവിന്റെ കോൺസ്റ്റബിൾ ജോലി സർക്കാരിന്റെ പ്രത്യേക സ്കീം പ്രകാരം ഏറ്റെടുക്കുന്ന സന്തോഷ് എന്ന യുവതിയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. ഒരു ദളിത് പെൺകുട്ടിയുടെ കൊലപാതകം അന്വേഷിക്കുകയാണ് സന്തോഷും മേലുദ്യോഗസ്ഥ ഗീത ശർമ്മയും. അക്ഷര വിദ്യാഭ്യാസമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇന്നും കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിലാണ് തുടർന്ന് കഥ നടക്കുന്നത്. പത്രവാർത്തകളിലൂടെ കണ്ടും കേട്ടും പരിചയമുള്ള അതേ അക്രമകഥകളാണ് പിന്നെ സന്ധ്യ സൂര്യക്ക് പറയാനുള്ളത്. പക്ഷേ ആ നേർക്കാഴ്ച പ്രേക്ഷകനെ അസ്വസ്ഥമാക്കും. അതിൽ ദളിത് പെൺകുട്ടികളെ വേട്ടയാടുന്ന സവർണരും അവരെ രക്ഷിക്കാൻ വ്യഗ്രത കാട്ടുന്ന സിസ്റ്റവും ഒക്കെ ഉണ്ട്. അപ്പോഴും കഥാപാത്രങ്ങളുടെയും കഥാപശ്ചാത്തലത്തിന്റെയും ആത്മാവ് നഷ്ടമാകാതിരിക്കാൻ ചിത്രം പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഡൽഹിയിലെ നിർഭയ കൊലപാതകത്തിനോടുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഡോക്യുമെന്റ് ചെയ്യാനുള്ള സംവിധായകരുടെ ശ്രമമാണ് ഒരു ഫീച്ചർ ചിത്രത്തിലേക്ക് പരിണമിച്ചത്. ഒരു ദളിത് സ്ത്രീയുടെ മരണത്തോടുള്ള ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും സമീപനം വ്യക്തമാക്കാൻ അവരുടെ നരേറ്റീവിന് കെൽപ്പുണ്ടാകുന്നുണ്ട്. സിനിമയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഒരു വലിയ ഭാഗം പൂർണ്ണമായും കട്ട് ചെയ്ത് ഒഴിവാക്കാനാണ് CBFC ആവശ്യപ്പെട്ടത്. എന്നാൽ അത് സാധ്യമല്ല. പോലീസ് ക്രൂരതകളെ അതിന്റെ യഥാർത്ഥ ഭാവത്തിൽ സത്യസന്ധമായി ചിത്രീകരിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. മറ്റ് ചിത്രങ്ങളെ പോലെ അത് ഗ്ലോറിഫൈ ചെയ്യാനോ സെൻസേഷണലൈസ് ചെയ്യാനോ തുനിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിന്റെ പ്രതികരണം അത്ഭുതപ്പെടുത്തിയെന്നാണ് ദ ഗാർഡിയന് നൽകിയ അഭിമുഖത്തിൽ CBFC നടപടിയെക്കുറിച്ച് സന്ധ്യ പറഞ്ഞത്. ഹിന്ദുത്വ പ്രൊപ്പഗാൻഡ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിക്കുന്ന, രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അതേ കാലത്താണ് ഒരു ചിത്രത്തിന് ഇവിടെ പ്രദർശന അനുമതി നഷ്ടപ്പെടുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കുന്നതും അത് ആളുകളിൽ മതസ്പർദ്ധ വളർത്തുന്നതും ഒരു പ്രതിസന്ധിയല്ലാത്ത അതേ ബോർഡിനാണ് ദളിതരുടെ ദുരിതങ്ങൾ സാമൂഹിക വിപത്തായി അനുഭവപ്പെടുന്നത് എന്നത് വിരോധാഭാസമല്ലാതെ മറ്റെന്താണ്? ഇത് സന്തോഷിന്റെ മാത്രം വിധിയല്ല. ഈ വർഷം ഏറ്റവും അധികം ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രം അനോറയ്ക്കും മറ്റൊരു ഓസ്കാർ ചിത്രമായ സബ്സ്റ്റൻസിനും CBFC കൽപ്പിച്ചത് ഒരേ വിധിയാണ്. നിരവധി സുപ്രധാന രംഗങ്ങൾ ചിത്രത്തിൽ നിന്നും വെട്ടിമാറ്റിയെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് റിലീസ് അനുവദിക്കുകയുള്ളൂ എന്നാണ് CBFC നിർമ്മാതാക്കളെ അറിയിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ പൂർണ്ണ രൂപത്തിൽ മാത്രമേ റിലീസിനുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി അനോറ ഇന്ത്യയിൽ റിലീസ് ചെയ്യാനുള്ള ഉദ്യമം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതിനു പുറകെ സബ്സ്റ്റൻസും റിലീസ് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ദീപക് പട്ടേൽ ചിത്രം മങ്കി മാനും ഇതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദർശന അനുമതി നിരോധിച്ചിരുന്നു. ഹനുമാൻ സ്വാമിയെ നിന്ദിക്കുന്ന ചിത്രം ഹിന്ദു ആചാരങ്ങളെ ചോദ്യം ചെയ്യുന്നതായും ആരോപണം ഉയർന്നിരുന്നു. ഈ ചിത്രങ്ങൾക്ക് പുറകെയാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ലോകം മുഴുവൻ ഏറ്റെടുത്ത ഒരു ചിത്രം ഇവിടെ പ്രതീക്ഷയറ്റ് വീഴുന്നത്.